ഓക്കെ, ഞാനൊരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തു. ലെയറിൻ്റെ അകത്ത് ഒരു ഡീഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ് സെറ്റ് ചെയ്യണേ. അപ്പോൾ സൈസിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം ഇത് നമ്മൾ വേറെ ഒരു ടീഷർട്ടിലാണ് ഇത് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ അത്രയും നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. ഒരു ഡീഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ് എടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതങ്ങ് ഓഫ് ചെയ്യുക. എന്താണ്, ട്രാൻസ്പാരൻ്റ് ആക്കുക. എന്നിട്ട് ഈ ലെയറിനെ അങ്ങ് ഹൈഡ് ചെയ്യുക. കാരണം ഈ ലെയർ നമ്മൾ പിന്നെ തൊഴുന്നില്ല. നമ്മൾ പുതിയ ലെയർ വെച്ചിട്ട്, കാരണം ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം, എന്നാലും നമുക്ക് ഒബ്ജക്റ്റ് അതിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ഷേപ്പ് ലെയർ മാത്രം ഉപയോഗിച്ചാണ് എന്താണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. സോ എലിപ്സ് ടൂൾ എടുത്തിട്ട് ഞാനിങ്ങനെ വരയ്ക്കുകയാണ്. കണ്ടല്ലോ, വരച്ചതിന് ശേഷം ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഒരു നീല കളർ കൊടുത്തു. ഏതിലാണ്? ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ബ്ലെൻഡ് ചെയ്യുക. ഓക്കെ, കണ്ടല്ലോ. ഓക്കെ, ഇതിന് ഞാൻ സ്വല്പം കൂടെ ഒന്ന് വലുതാക്കി. നമുക്ക് ഇതിൻ്റെ അകം ഫുള്ള് വലുതായാലും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ഇങ്ങനെ ട്രൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൻ്റെ കളറ് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ എന്ത് ഒബ്ജക്റ്റാണ്? ഷേപ്പാണ്. കാരണം അത് ഇവിടെ ഒരു സംഭവം കണ്ടോ, ഇതാ ഇവിടെ അതിന് സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ ഷേപ്പ് ലെയർ ആണെന്നാണ്. മനസ്സിലായോ? നമുക്ക് എന്നിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം, കൺട്രോൾ J. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യാം, സ്വല്പം ഒന്ന് മാറ്റാം. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, കണ്ടോ? അപ്പോൾ ഈ ഒരു ഇൻറ്റൻസിറ്റിയിലല്ല ഇതിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിനെ സ്വല്പം ഒന്ന് ചെറുതാക്കുക. വേണമെങ്കിൽ ഇവിടെ എഡ്ജ് സ്വല്പം കൂടെ അഡ്ജസ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യണം എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് എഡ്ജിനെ സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫൈൻ. ഇത്ര ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുക, ഇപ്പോൾ രണ്ടെണ്ണമായി. ഇനി ഒരു കോപ്പിയും കൂടെ എടുക്കുക, കൺട്രോൾ J. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് അടുത്തൊരു കളറ് വേറെ ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെയുള്ളൊരു കളറാക്കി. എന്നിട്ട് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, കൺട്രോൾ T അടിച്ചിട്ട് അതിനെ സ്വല്പം കൂടെ ഒന്ന് അലൈൻ ചെയ്ത് വെച്ചു. പിടികിട്ടിയോ? ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കോപ്പിയും കൂടെ എടുക്കാം, കൺട്രോൾ J. ദെൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, മൂവ് ചെയ്തിട്ട് ഈ ഭാഗത്തോട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ കളർ നമുക്ക് എന്താക്കാം, ഒരു വൈറ്റ് കളറാക്കാം. എന്നിട്ട് വേണമെങ്കിൽ സ്വല്പം കൂടെ സ്കെയിൽ ചെയ്താലും കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കണം ആ ഒരു ഭാഗം, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ട്വീക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്വല്പം കൂടി ഡ്രാഗ് ചെയ്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പം ഇതിപ്പോൾ തന്നെ ഒരു ചെറിയൊരു ഡിസൈൻ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എല്ലാത്തിനും റാസ്റ്ററൈസ് ചെയ്യുക. റാസ്റ്ററൈസ്, ദെൻ റാസ്റ്ററൈസ്, റൈറ്റ് ക്ലിക്ക്, റാസ്റ്ററൈസ്. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇതിന് ഒരു കാരണവശാൽ ഇപ്പം നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യരുത്, ഇതിങ്ങനെ തന്നെ ഇരിക്കണം. എന്നിട്ട് ഞാൻ ഫയൽ പ്ലേസ് ലിങ്ക്ഡിൽ പോയിട്ട് ഞാൻ കൺട്രോൾ V അടിച്ച്, നമുക്ക് ആ ഒരു മോക്കപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ഫോൾഡർ കൺട്രോൾ C അടിച്ചിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് കൺട്രോൾ V അടിച്ച് ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനൊരു ക്യാരക്ടറിനെ ഇവിടെ ഇങ്ങനെ വെച്ച് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ ഇവിടെ കൊണ്ടുവച്ച് പ്ലേസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. എന്താണ്, ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് കൊണ്ടുവച്ചിട്ട് പ്ലേസ് ചെയ്താൽ അവിടെ പോയി വീഴും. നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വലിച്ച് മുകളിൽ ഇട്ടാൽ മതി. എന്നാലും നമ്മൾ ആ ഒരു ഓർഡറിൽ തന്നെ ചെയ്ത് പോകുന്നതായിരിക്കും വൃത്തി. ഒരുപാട് ലെയർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷനായി പോകും. ഓക്കെ, ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവനെ എനിക്ക് ഇതിൻ്റെ അകത്താക്കണം. കണ്ടോ, ഇതിൻ്റെ അകത്താക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ തല പക്ഷേ ഇവിടെ തന്നെ നിന്നാൽ മതി. ഓക്കെ, ഇതിൻ്റെ അകത്താക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. കണ്ടോ, അകത്തായി. പക്ഷെ തല കണ്ടോ, തല മാത്രം, തലയും കൂടെ അങ്ങ് അകത്തായിപ്പോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തല മാത്രം നമുക്ക് അങ്ങ് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഈ ഭാഗം മാത്രം പോയാൽ പോരെ. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. കണ്ടോ, അവനകത്തായോ? ഇനി നമ്മൾ സ്കെയിൽ ചെയ്താലും പ്രശ്നം തന്നെയാണ്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അല്ല, നിങ്ങൾക്ക് വേറെ ഭാഗത്ത് നിർത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിലീസ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക. കണ്ടോ, റിലീസ് ചെയ്യുമ്പോൾ അത് മൊത്തത്തിൽ റിലീസായി. എന്നിട്ട് നിങ്ങൾക്ക് വേറെ ഇതിനെ തമ്മിൽ നമുക്ക് കമ്പൈൻ ചെയ്യാം. ഏതാണ്, ഇതിനെയും കൂടെ കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്യണതിൻ്റെ ഷോർട്ട് കട്ട് ഏതാ, കൺട്രോൾ E, മെർജ്. കൺട്രോൾ E, മെർജ് ലെയർ. ഇത് രണ്ടും കൂടെ കൺട്രോൾ E അടിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒറ്റ ഒബ്ജക്റ്റായി. കണ്ടോ, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അതാ കണ്ടോ, ഇത് രണ്ടും ഒറ്റ ഒബ്ജക്റ്റ് ആയില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ക്യാരക്ടറിനെ സെലക്ട് ചെയ്തിട്ട് ഈ രണ്ടെണ്ണത്തിലും കൂടെ ഒന്ന് മെർജ് ചെയ്ത് നോക്കാം. സോ റൈറ്റ് ക്ലിക്ക്, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. കണ്ടോ, അപ്പോൾ ഇവിടെയായി സംഭവം. മനസ്സിലായ സംഭവം? നേരത്തെ അവൻ ഫുൾ അകത്താണ് നിന്നത്, ഇപ്പോൾ എന്തായി, ഇത് രണ്ടെണ്ണത്തിൻ്റെ അകത്തായി. മനസ്സിലായ സംഭവം?
അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ചോയ്സിനനുസരിച്ച് എന്ത് ചെയ്യാം, ഇവനെ ആ ഏരിയക്കകത്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് തൽക്കാലം ഇത് മതി, ഇങ്ങനെ ഇരുന്നാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചോയ്സിൽ എങ്ങനെ അറേഞ്ച് ചെയ്യണം ആ രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. മറിച്ച് ഇത് 3 എണ്ണം ആണെങ്കിൽ, ഇത് 3 ആണെങ്കിലോ കൺട്രോൾ ഇ അടിച്ചിട്ട് 1 2 കൺട്രോൾ ഇ ഫോർ മെർജ്, കൺട്രോൾ ഇ ഫോർ മെർജ്. ഇപ്പോൾ ക്ലിപ്പിംഗ് മാസ്ക് കിടക്കണോണ്ടാണ് ഞാൻ എന്ത് ചെയ്യുക, ക്ലിപ്പിംഗ് മാസ്കിനെ റിലീസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിന് രണ്ടിട്ട് സെലക്ട് ചെയ്യുക, കൺട്രോൾ ഇ ഫോർ മെർജ്. ഇനി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്താൽ എന്ത് പറ്റും, ഏതൊക്കെ ഭാഗത്താണ് സ്വല്പം കൂടെ ഇതാണ്ടോ, സ്വല്പം കൂടെ മൊത്തത്തിലങ്ങ് വലിച്ചങ്ങ് വയ്ക്കുക ഇങ്ങനെ, സ്വല്പം കൂടെ വലിച്ച് മൂവ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, ദെൻ റൈറ്റ് ക്ലിക്ക് ക്രിയേറ്റ് ക്ലിപ്പ് ഉണ്ടോ. അപ്പോൾ ആ അത്രയും ഭാഗത്തായി. മനസ്സിലായ സംഭവം? അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിപ്പിംഗ് മാസ്ക് ഉപയോഗിച്ചിട്ട് ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയണേ എനിക്കിപ്പം ഇത് വേണ്ട, തിരിച്ചു പോകാമെന്ന് വെച്ചാൽ ഒരു പരിപാടി നടക്കില്ല, മെർജ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ. സോ കൺട്രോൾ ഇസർ അടിച്ച് തന്നെ തിരിച്ചു പോകണം. കണ്ടോ, കൺട്രോൾ ഇസർ അടിച്ചിട്ട് ഞാൻ പറയണേ ഇത് രണ്ടിൻ്റെ അകത്ത് എനിക്ക് മെർജ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ ക്യാരക്ടറെ പിടിച്ച് വലുതാക്കുന്നു. കണ്ടോ, ഇതിൻ്റെ പുറത്ത് വയ്ക്കുക, പുറത്ത് വെച്ചിട്ട് മൂവ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് വയ്ക്കുന്നു. സ്വല്പം ഒന്ന് മൂവ് ചെയ്ത് ഇങ്ങോട്ട് വയ്ക്കുക, ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. ഓക്കെ, അപ്പോൾ ഈ കണ്ടോ ഇങ്ങനെയായി ക്യാരക്ടർ. അപ്പോൾ എനിക്കിത് ഓക്കെയാണ്. മനസ്സിലായ സംഭവം? ഇത്രയും ഇതിൽ ക്യാരക്ടർ, പക്ഷേ ക്യാരക്ടറിൻ്റെ തല മുകളിലോട്ടങ്ങ് പോകും. അതിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യണ്ട, അതിന് വേറെ നമുക്ക് പരിപാടികളുണ്ട്, മാസ്കൊക്കെ ചെയ്യാം നമുക്ക്. തൽക്കാലം ഈ ക്യാരക്ടർ ഇങ്ങനെ ഇരുന്നോട്ടെ. ഈ ക്യാരക്ടറിനെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ സിൽ ഔട്ട് എന്നാണ്, സിൽ ഔട്ട് കേട്ടോ, സിൽ ഔട്ട് എന്നാണ് നമ്മൾ ഈ ക്യാരക്ടറിനെ പറയുന്നത്. അതായത് ഈ ഒരു ക്യാരക്ടർ മാത്രമേ ഉള്ളൂ, ഒന്നുകിൽ ഇത് ബ്ലാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ക്യാരക്ടറിനെ വൈറ്റ് ആക്കാം. കണ്ടോ, അതെങ്ങനെ ഞാൻ വൈറ്റ് ആക്കിയെന്ന് കണ്ടോ. ഇത് ഞാൻ ഓഫ് ചെയ്തിട്ട് ഈ ക്യാരക്ടറിനെ മാത്രം ഓൺ ആക്കുക. ഇത് രണ്ടും ഒരുമിച്ച് വരുള്ളൂ, കാരണം എന്താണ്, ഇത് ക്ലിപ്പിംഗ് മാസ്ക് ആണ്. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിലീസ് ക്ലിപ്പിംഗ് മാസ്ക്, എന്നിട്ട് ഇതങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാരക്ടറിനെ കൺട്രോൾ ഐ അടിച്ച് കഴിഞ്ഞാൽ വൈറ്റ് ആവും. കണ്ടോ, മനസ്സിലായോ? കൺട്രോൾ ഐ അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും ബ്ലാക്ക് ആവും. അപ്പോൾ ഇതിനെ നമ്മൾ സിൽ ഔട്ട് എന്നാണ് പറയണത്, സിൽ ഔട്ട് എന്നാണ് പറയുന്നത്. നമുക്ക് അനിമേഷൻ വരുന്ന സമയത്ത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയാണെന്ന്. VFX വരുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇതിനെല്ലാം ഫുള്ളായിട്ടും ഈ ഒരു ഇത് ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാം ക്യാരക്ടറിനെ നമ്മൾ എന്ത് ചെയ്തു, മാസ്ക് ചെയ്തിട്ട് ഇടുക. റൈറ്റ് ക്ലിക്ക് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. ഓക്കെ, അപ്പോൾ ക്യാരക്ടർ എന്ത് ചെയ്തു, ഇതിൻ്റെ അകത്ത് കയറി അല്ലേ. ഓക്കെ, ക്യാരക്ടർ ഇങ്ങനെ ഇരിക്കട്ടെ. അടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ ഒബ്ജക്റ്റ് വയ്ക്കാം. ഫയൽ, ഇവിടെ കൊണ്ടുവച്ചിട്ട് ക്ലിക്ക് ചെയ്യണം. ഇവിടെ കൊണ്ടുവച്ചിട്ട് ക്ലിക്ക് ചെയ്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം ക്ലിപ്പിംഗ് മാസ്ക് ആവും. ഇനി എന്തൊക്കെ ഇടുന്നു അതെല്ലാം ക്ലിപ്പിംഗ് മാസ്ക് ആവും. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മളെ ടോപ്പ്, അതിപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം തോന്നുന്നില്ല, ഏതെങ്കിലും വലിയ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു മിസ്റ്റേക്ക് വരണത്. അത് സ്ഥിരം എല്ലാവർക്കും പറ്റുന്നതാണ്. ഫയൽ, പ്ലേസ് ലിങ്ക്ഡ്. ഇനി നമുക്ക് വെക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റിയുടെ പടമാണേ. കണ്ടോ, സിറ്റിയുടെ ഒരു പടം. ഒന്നുകിൽ ഈ സിറ്റിയുടെ പടം എടുത്തിട്ട് ഇതിൻ്റെ അപ്പുറത്തിടുക, കണ്ടോ, ബാക്ക്ഗ്രൗണ്ടിലിടുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക. പക്ഷേ അതൊരു സുഖമില്ല അല്ലേ. അപ്പം നമുക്ക് ആ സിറ്റിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിപ്പിംഗ് മാസ്ക് ആയി. കണ്ടോ? ഓക്കെ, മനസ്സിലായ സംഭവം എന്താണെന്ന്. ഇതിൻ്റെ അകത്തായപ്പോൾ അപ്പോൾ ഇതിൻ്റെ ക്ലിപ്പിംഗ് മാസ്ക് മാറ്റണമെങ്കിൽ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ അത് ക്ലിപ്പിംഗ് മാസ്ക് മാറത്തില്ല, കാരണം ഇവിടെ ഓൾറെഡി ക്ലിപ്പിംഗ് മാസ്ക് കിടക്കുകയാണ്. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിലീസ് ക്ലിപ്പിംഗ് മാസ്ക്. ഓക്കെ, ഇനി നമുക്ക് തീരുമാനിക്കാം ഇത് എവിടെ വയ്ക്കണമെന്ന്. അപ്പോൾ ഞാൻ പറയണം, ഈ സിറ്റിയെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഇത്രയും സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഇ അടിച്ചു കഴിഞ്ഞാൽ ഇത്രയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യാം. ക്യാരക്ടറിനെ സിറ്റിയും കൂടെ നമുക്ക് ഒരുമിച്ച് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. കണ്ടോ, ഇതങ്ങ് അപ്പുറത്ത് പോയി. മനസ്സിലായ സംഭവം, എല്ലാം കൂടെ മെർജ് ചെയ്തപ്പോൾ അതങ്ങ് അപ്പുറത്ത് പോയി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ക്യാരക്ടർ അതേപോലെ തന്നെ ഇരുന്നോട്ടെ. നമ്മൾ ക്യാരക്ടറിന് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തത് അതേപോലെ തന്നെ ഇരുന്നോട്ടെ. സിറ്റിക്ക് മാത്രം റിലീസ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക. സിറ്റി നമുക്ക് എവിടെയാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്, ഏത് ഇതിൻ്റെ ഫ്രണ്ടിലാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെത്, ഇതുണ്ടോ, കണ്ടോ. അപ്പോൾ എനിക്ക് അവിടെയാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്. അവിടെ ബ്ലെൻഡ് ചെയ്താൽ എനിക്ക് കുറച്ചും കൂടെ വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഏതൊക്കെ ഏരിയയാണ് വേണ്ടത് ആ ഏരിയയുടെ തൊട്ട് താഴെ ഇട്ട് കൊടുക്കുക. കണ്ടോ, മനസ്സിലായ? എന്നിട്ട് സ്വല്പം കൂടെ ഇതിനെ ചെറുതാക്കുക. കംപ്ലീറ്റ് സിറ്റി കാണണ്ടേ, അതെന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന്, ഒബ്ജക്റ്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് കാണണം. സോ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ടിനെയും കൂടെ വേണമെങ്കിൽ കമ്പൈൻ ചെയ്യാം. കൺട്രോൾ ഇ അടിക്കുക, മൂവ് ചെയ്ത് വയ്ക്കുന്നു, റൈറ്റ് ക്ലിക്ക് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. ഇതാ കണ്ട, സിറ്റി കാണാമോ? ഇപ്പം കാണാമല്ലോ. അതിന് നമുക്ക് കൺട്രോൾ ടി അടിച്ച് കഴിഞ്ഞാൽ വലുതാക്കിയാൽ കണ്ടോ, അതാ ഇല്ലേ, കാണുകയും ചെയ്യാം. എന്നാൽ ക്യാരക്ടറിനെയും നമുക്ക് കാണാം ഇല്ലേ. അപ്പോൾ ഈ രീതിയിൽ വേണം ക്ലിപ്പിംഗ് മാസ്ക് യൂസ് ചെയ്യുക. ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ. ചില സമയത്ത് നമുക്ക് ക്ലിപ്പിംഗ് മാസ്ക് ആയിരിക്കും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ,
ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇനി നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു സംഭവം കൂടെ വെക്കാനുണ്ട്. ഫയൽ പ്ലേസ് ലിങ്ക്ഡ്. അതായത് ഇതുണ്ടോ, ഒരു ചെടിയുടെ ഒരു പടം. ആ പടത്തിലൊരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? അതിൻ്റെ കൂടെ ഒരു വൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ വൈറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേരെന്താടാ? ഫോട്ടോഷോപ്പ് മുന്നേ നോക്കിയിട്ടുണ്ടോ? ഈ ക്ലാസ്സിക്കിൻ്റെ പോട്ടെ, പിന്നെ നമുക്ക് ലാബിൽ പോയിട്ട് ആദ്യം പോലെ ഇരിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ കട്ട് ചെയ്യും? ഇതിൻ്റെ അകത്ത് ഏതാ കളറുണ്ട്? വൈറ്റും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. അപ്പോൾ വൈറ്റും ബ്ലാക്കും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തൊരു ഓപ്ഷൻ ഉണ്ട്, ബ്ലെൻഡിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ബ്ലെൻഡിങ് ഓപ്ഷൻ. ഇത് പുതിയ വെർഷനിൽ ഫസ്റ്റാണ്. ഇപ്പോൾ ബീറ്റ് ഇറങ്ങിയിട്ടുണ്ട്, അതിൽ താഴെയാണ് കേട്ടോ. പഴയതിൽ നിങ്ങളതിൽ ഇത് തന്നെ ആയിരിക്കും. ഇതിപ്പം തൊട്ട് പ്രീവിയസ് വെർഷനാണ്, 2024 ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് കറണ്ട് ലെയർ എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടോ? കറണ്ട് ലെയർ. അതിൻ്റെ അകത്ത് ഏതൊക്കെ കളറുണ്ട്? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ ഞാൻ ഈ ബ്ലാക്കിനെ സ്വല്പം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, സോറി വൈറ്റിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് മാത്രം കിട്ടിയ കണ്ടാ? ഐഡിയ മനസ്സിലായി എന്താണെന്ന്? ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഇതിനകത്ത് വൈറ്റ് ഉണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പ മാർഗ്ഗം വൈറ്റിനെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ബ്ലെൻഡിങ് ഓപ്ഷൻ. ഞാൻ പുതിയ വെർഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ പോണത്. ബ്ലെൻഡിങ് ഓപ്ഷൻ. ഓക്കെ, ഞാൻ മുന്നേ ആ വെർഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ്. അതിനുശേഷം കറണ്ട് ലെയറിൽ ഞാൻ സ്വല്പം ഈ ഒരു വൈറ്റ്. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വന്നു, അതിൻ്റെ ഡീറ്റെയിൽ പോകുന്നില്ലേ? ഉണ്ട്. അപ്പം ഡീറ്റെയിലും കൂടെ പോകണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ ഓൾ ടു ഹോൾഡ് ചെയ്തിട്ട് ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക. ഇപ്പം എന്ത് പറ്റി? സ്പ്ലിറ്റായി. ഇനി പതുക്കെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. നേരത്തെ അത്ര ഡീറ്റെയിൽ പോകത്തില്ല, മനസ്സിലായോ? അതുപോലെ താഴെയും ക്ലിക്ക് ചെയ്യാം, നമുക്ക് ഡ്രാഗ് ചെയ്യാം. താഴെ വലുതായിട്ട് വർക്ക് ചെയ്യത്തില്ല, കറണ്ട് ലെയറിലായിരിക്കും അത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ഇതിൻ്റെ അകത്ത് റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, എല്ലാം പോകും. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഗ്രേ ആണ്, നമ്മളെ വൈറ്റാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് മാത്രം അങ്ങ് മൂവ് ചെയ്താൽ കളഞ്ഞത്. കണ്ടോ? അപ്പോൾ രണ്ട് രീതിയിലാണ്, ഒന്ന് കട്ട് ചെയ്യാം അല്ലെങ്കിൽ മൊത്തത്തിൽ മൂവ് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇത് കിട്ടും, സ്പേസ് കിട്ടും. മീൻസ് മൊത്തത്തിൽ ഒറ്റ അടിക്ക് പോകത്തില്ല, പതുക്കെ ആ ഒരു ഇത് പോകത്തുള്ളൂ. ഇനി ഞാൻ ഇതിനെ മൂവ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു പൊസിഷനിൽ വെച്ച് കൊടുത്തു. വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇടാം. അപ്പോൾ എന്ത് പറ്റും? ക്ലിപ്പിംഗ് മാസ്ക് ആയില്ലേ? ആയില്ല. അങ്ങനെ എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുക. ഇവിടെ ആയിപ്പോയി. ഒരു കാര്യം ചെയ്യാം, ഇതിനെടുത്ത് ഇതിൻ്റെ അകത്തിടാം. ഇപ്പോൾ മാസ്ക് ആയോ? ഓക്കെ, മൂവ് ചെയ്യുമ്പോൾ ഓക്കെ. ഇപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നിങ്ങളുടെ അറേഞ്ച്മെൻ്റാണ്. നിങ്ങൾക്ക് സിറ്റി ഏതൊക്കെ രീതിയിൽ കാണണം, നിങ്ങൾ ആ ഒരു രീതിയിൽ സിറ്റി അറേഞ്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ആ രീതിയിൽ നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ആ മരവും കൂടെ കാണണമെന്നുള്ളതേ ഉള്ളൂ. മൂവ് ചെയ്തിട്ട് വീണ്ടും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, കുറച്ച് താഴേക്ക് കൊണ്ടുവന്നു, മൂവ് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തു, സംഭവം കഴിഞ്ഞു. ഇത്രയായിരുന്നു എനിക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മെർജ് ചെയ്യാമല്ലോ. 1 3 കൺട്രോൾ E ഫോർ മെർജ്. ഇത്രയും സെപ്പറേറ്റായി. ഓക്കെ, അപ്പോൾ എൻ്റെ ബേസ് ഡിസൈൻ എനിക്ക് ഓക്കെ ആയിട്ടുണ്ട്. കണ്ടല്ലോ? നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അവഞ്ചേഴ്സിലെ ക്യാരക്ടർ വയ്ക്കാം, ബാക്കി എന്ത് വേണോ വയ്ക്കാം. ഞാനിപ്പോൾ സില്ലോട്ട് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് എന്ത് വേണോ വയ്ക്കാം. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാം. ഒരു പുതിയ ലെയർ എടുത്തിട്ട് ടൈപ്പ് ചെയ്യാമേ. ഇങ്ങനെ ക്രിയേറ്റീവ് എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്കിതിനെ സ്വല്പം ഒന്ന് ചെറുതാക്കാം. കാരണം അതിൻ്റെ സ്പേസ് വേണമല്ലോ, സ്പേസ് സ്വല്പം കൂടെ ചെറുതാക്കാം. ഓക്കെ, സ്വല്പം കൂടെ ചെറുതാക്കിയിട്ട് ക്രിയേറ്റീവ് ഇതിൻ്റെ ബാക്കി താഴെ ടൈപ്പ് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് എടുത്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡിസൈൻ SIGN. ഓക്കെ, അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ബ്ലൂ മാത്രം പോരാ, ഇതിൻ്റെ അകത്ത് വേറെ ഏത് കളർ ഉണ്ടാ? ബ്ലാക്ക് ഒരു സുഖമില്ല, ബ്ലൂവിൻ്റെ കൂടെ ഏതുണ്ട്? വേറെ വൈറ്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ സെലക്ട് ചെയ്തിട്ട് വൈറ്റ് ആക്കി കൊടുക്കുക. കണ്ടോ? ഇതിലറിയാൻ പറ്റൂല, കുഴപ്പമില്ല. നമ്മൾ വേറെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞ ഒരു ഫയൽ പ്ലേസ് ലിങ്ക്ഡ്. ഇതിൻ്റെ അകത്തൊരു പെൻസിലിൻ്റെ ഒരു പടവും കൂടെ ഉണ്ട്. കണ്ടോ? ഒരു പെൻസിലിൻ്റെ ഒരു പടവും കൂടെ ഉണ്ട്. അത് നമ്മളൊരു ഇതിൻ്റെ താഴെ വെച്ച് കൊടുക്കാം. സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, നല്ലോണം മൂവ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, ഡ്രാഗ് ചെയ്തിട്ട് കണ്ടോ ഈ ഒരു പെൻസിലിനെ ഈ ക്രിയേറ്റീവ് ഡിസൈൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുക. മനസ്സിലായോ? ഞാൻ പെൻസിൽ വെച്ചെന്ന് പറഞ്ഞാൽ പെൻസിൽ തന്നെ വയ്ക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും സെറ്റായി കഴിഞ്ഞു. ഇനി എനിക്ക് വേണ്ടത് എന്താണ്? ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ E അടിച്ചിട്ട് ഒറ്റ ലെയർ ആക്കുക. ഓഫ് ആൻഡ് ഓൺ സെറ്റായല്ലോ. ഇനി പുതിയ ലെയറിൽ നമ്മൾ നമ്മുടെ ടീഷർട്ടിൻ്റെ ഒരു മോക്കപ്പ് എടുക്കുകയാണ്. ഇതാണ് ടീഷർട്ട്.
എന്നിട്ട് ഞാൻ ഫയൽ വേണ്ട, ഫയൽ പ്ലേസ്ഡ് വേണ്ട, ഓൾറെഡി നമ്മളതിലുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് ഒറ്റ ലെയറാണ്, ഒറ്റ ലെയർ ആയിരിക്കണം. ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ടിടാം. എന്നിട്ട് എന്ത് ചെയ്യുക, കണ്ടോ ക്രിയേറ്റ് ഡിസൈൻ മൊത്തം ഉണ്ട്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുന്നു, നല്ലവണ്ണം ചെറുതാക്കിയിട്ട് നമുക്ക് ഏതാണ് പൊസിഷൻ ആ ഒരു പൊസിഷനിലേക്ക് വെച്ച് കൊടുക്കും. മനസ്സിലായോ? അതിൻ്റെ ചുളുക്കും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യണത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ ചുളിവിലിരിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ ഡിസൈൻ ചുളുങ്ങി തന്നെ ഇരിക്കും. ഇപ്പോൾ ഇതിനകത്ത് വലിയ ചുളുക്കൊന്നും ഇല്ല, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല. ഞാൻ ചുളുക്ക് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇത് മാത്രമല്ല, ഇതിലല്ല നമ്മൾ പല മോക്കപ്പിലും ഇത് വെക്കണം. അടുത്ത നമുക്കൊരു ബോക്സിൽ വെച്ച് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നിന്ന് ഗൂഗിൾ ചെയ്തിട്ട് ഒരു ബോക്സ് എടുക്കാം. ബോക്സ് ഏതെങ്കിലും ഒരു ബോക്സിൽ നമുക്ക് വയ്ക്കാം. ഈ ഒരു ബോക്സിൽ വയ്ക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സേവ് ഇമേജസ് PNG. എല്ലാം PNG ആയിട്ട് തന്നെ എടുക്കണേ, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഡൗൺലോഡ്സിൻ്റെ അകത്ത് പോയിട്ട് ഞാൻ സേവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഫോട്ടോഷോപ്പിൽ വന്നു, ഫയൽ പ്ലേസ് ലിങ്ക്ഡ്, ഡൗൺലോഡ്സിൻ്റെ അകത്ത് വന്നിട്ട് നമ്മൾ ഈ ഒരു ഫോട്ടോയും പ്ലേസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. എന്താണ്? ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എങ്ങനെ റിമൂവ് ചെയ്യും? പുതിയ വെർഷനിൽ ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്യാം കേട്ടോ. ഒറ്റ ക്ലിക്ക് നമ്മൾ റിമൂവ് ആവും. അല്ലെങ്കിൽ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? സെലക്ട് സബ്ജക്റ്റ്, സെലക്ട് ഇൻവേർഡ്സ്. എങ്ങനെയാണ്? അതായത് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, കണ്ടോ? ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചോ. ഇതിനെ ഞാൻ സ്വല്പം വലുതാക്കി, എന്നിട്ട് സെലക്ട് സബ്ജക്റ്റ്. കണ്ടോ? പണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടക്കില്ലായിരുന്നു. പണ്ട് സെലക്ട് ചെയ്തേ പറ്റുള്ളായിരുന്നു. സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ ബോക്സ് മാത്രം സെലക്ട് ആവും. കണ്ടോ? സെലക്റ്റിൻ്റെ അകത്ത് സെലക്ഷൻ തിരിക്കണ്ടേ? സെലക്റ്റിൻ്റെ അകത്ത് എന്ത് ചെയ്യുക? സെലക്ട് ഇൻവേഴ്സ്, ഡിലീറ്റ് ചെയ്ത് കളയുക. കുഡ് നോട്ട് കംപ്ലീറ്റ് യുവർ റിക്വസ്റ്റ് ബിക്കോസ് എന്താണ് സ്മാർട്ട് ഒബ്ജക്റ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി എഡിറ്റബിൾ. കാരണം എന്താണ്, ഇവിടെ ലിങ്ക് കിടപ്പുണ്ട് അല്ലേ? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, റാസ്റ്ററൈസ് ലെയർ ടൈപ്പ്, ഡിലീറ്റ് ചെയ്ത് കളയുക. കൺട്രോൾ D അടിച്ച് കഴിയുമ്പം ഇതാ ഇങ്ങനെ വന്നു. കണ്ടോ? ഇനി ഈ പെട്ടിയുടെ മുകളിലും കൂടെ നമുക്ക് ഈ ലോഗോ വയ്ക്കണം. ഒരു കോപ്പി എടുക്കാം, കൺട്രോൾ J, എന്നിട്ട് ഇതിനെടുത്ത് ഇതിൻ്റെ മുകളിലിടുക. കണ്ടോ? എന്നിട്ട് നമ്മൾ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുക. അതാണ് കൺട്രോൾ കീ ഹോൾഡ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുക. കണ്ട? കൺട്രോൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് വയ്ക്കാൻ പറ്റും. കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് നമ്മളതിനെ മൂവ് ചെയ്ത് ആ ഒരു ബോക്സിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിന് പല പല കാര്യങ്ങൾ ചെയ്യാം, അത് നമുക്ക് പിന്നെ നോക്കാം. അതിന് ഷാഡോയും കാര്യങ്ങളും എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. എന്നാലേ അവർക്ക് ലുക്ക് ആൻഡ് ഫീൽ കറക്റ്റായിട്ട് വരുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഫീൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്ക്രീനാക്കുക, അതൊരു സുഖമില്ല. അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ആക്കുക, അതൊന്നും വലിയൊരു സുഖമില്ല. കണ്ടോ? കളറും കാര്യങ്ങളെല്ലാം മാറണം. നമുക്ക് നോർമലായിട്ട് തൽക്കാലം ഇരുന്നാൽ മതി. കാരണം ലോഗോ അങ്ങനെയാണല്ലോ, സെപ്പറേറ്റ് അല്ലേ ഇരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചെറുതാക്കിയിട്ട് ആ ഒരു ബോക്സിൽ വയ്ക്കാം. ഓക്കെ, ഇനി അടുത്ത ഈ ഭാഗത്ത് വയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ വീണ്ടും കൺട്രോൾ J അടിക്കുന്നു, ഇവനെ മൂവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് കൺട്രോൾ കയ്യിൽ നിന്ന് വിടരുത്. കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പൊസിഷനിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്തു. കണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് കൺട്രോൾ ഹോൾഡ് ചെയ്യുക, പിടിയിട്ടാ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മോക്കപ്പ് ചെയ്യുക. അതായത് ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ഇനി ഞാൻ അതിനെ മെർജ് ചെയ്യണം. മെർജ് ചെയ്താൽ പണി കിട്ടും, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കൺട്രോൾ E ഫോർ മെർജ്, 1 2 കൺട്രോൾ E ഫോർ മെർജ്. അപ്പോൾ എന്തായി? ഇതിൻ്റെ ഒരു മോക്കപ്പായി. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നമുക്കിത് ചെറുതാക്കാം, മൂവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ പല മോക്കപ്പുകളിലും നമുക്കിതിനെ വെക്കണം. മനസ്സിലായ സംഭവം എന്താണെന്ന്? ഇത് നമുക്ക് ഇതിൻ്റെ ഇത് വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് വലുതാക്കുക, ചെറുതാക്കുക, എന്തുകൊണ്ടോ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാനിതിനെ ഗ്രൂപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള ഏരിയക്കകത്ത് ഇതാ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇനി അടുത്ത വേറെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ വെക്കണമെങ്കിലോ നമുക്ക് ആ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് പറഞ്ഞാൽ അതിലോട്ട് നമുക്ക് വയ്ക്കാം. വേറെ ഏത് ഒബ്ജക്റ്റ് ഉണ്ട്? ബോക്സ്. പിന്നെ ഏത് വയ്ക്കാം? ഒരു ടൈപ്പ്, വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഇതാണ്ടോ വെച്ചിരിക്കുന്നുണ്ടോ? കണ്ടോ? ഇതുപോലെ പറഞ്ഞോ. ഹലോ. ഓക്കെ, ഞാൻ ലേസ് കവർ എന്ന് പറഞ്ഞ് ഇവിടെ അടിച്ചേ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പ്ലെയിൻ കവർ ഉണ്ടാന്ന് നോക്കാം. ബുക്കിൽ വയ്ക്കാം. ബുക്ക്. കപ്പ്. ഓക്കെ. ഈ ഒരു കപ്പിൻ്റെ ഒരു HD പിക്ചർ എടുക്കണം എപ്പോഴും. ഇതോ. ഓക്കെ, ഇതിൻ്റെ അകത്ത് വയ്ക്കാം. സേവ് ഇമേജസ് PNG. ഈ ഒരു കപ്പിലും കൂടെ നമുക്ക് വയ്ക്കാം. ഡൗൺലോഡ്സിൻ്റെ അകത്ത് കപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുക, CUP. എന്നിട്ട് ഫയൽ പ്ലേസ് ലിങ്ക്ഡ്, അതിൻ്റെ അകത്ത് നമുക്ക് കപ്പിൻ്റെ അകത്ത് വയ്ക്കാം. ഓക്കെ, ഡ്രാഗ് ചെയ്ത് വെച്ചു. ഇത് ഫുള്ളായിട്ട് ഈ ഒരു ഫോട്ടോ തന്നെ ഇരുന്നോട്ടോ കേട്ടോ, കുഴപ്പമില്ല. കാരണം അതിൻ്റെ അകത്ത് ഷാഡോയും കാര്യങ്ങളും എല്ലാം വരുന്നതല്ലേ.
അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക, കൺട്രോൾ ജെ, മൂവ് ചെയ്തതിൻ്റെ മുകളിലിടുക, ഒന്ന് സ്കെയിൽ ചെയ്ത് വെച്ച് കൊടുക്കും. വേറെ പരിപാടികളുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കൺട്രോൾ ഹോൾഡ് ചെയ്ത് അത് ഇങ്ങനെ ആവും. അതാണ് വളച്ച് വയ്ക്കാൻ വേറെ പരിപാടിയുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് സ്ട്രൈറ്റാണ് വയ്ക്കാം. വളച്ച് വയ്ക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ടി അടിച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ അകത്ത് റാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ വാർപ്പ്. ഇതിനെ നമ്മൾ പിടിച്ച് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ച് കൊടുക്കുക. കുറച്ച് സമയം എടുക്കും, പക്ഷേ പെർഫെക്റ്റായിട്ട് അത് ഇരിക്കും. വളച്ച് കറക്റ്റായിട്ട് വയ്ക്കുക. നല്ലോണം വലുതാക്കുന്നു. കണ്ടോ, ഇതൊന്നും ഇങ്ങനെ ആവാൻ പാടില്ല. കണ്ടോ, ഇതിപ്പോൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇവിടെ നമുക്കിതിനെ അറേഞ്ച് ചെയ്യാം. ഇവിടെ അപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്, കണ്ടോ. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ കൺട്രോൾസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഒരു ഗ്രിഡ് ഇവിടെ ഇട്ട് കൊടുക്കുക, ഒരു ഗ്രിഡ് ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതൽ കൺട്രോൾ വരും നമുക്ക്. അതാണ്ടോ, ഇത് കൂടുതൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഈ എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഈ എഡ്ജിൽ തന്നെ വെച്ച് കറക്റ്റ് ഫിക്സ് ചെയ്യുക. അതായത് നമ്മൾ തീരുമാനിക്കണം എവിടെയൊക്കെയാണ് നമ്മൾ കറക്റ്റായിട്ട് അതിനെ ഫിക്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിച്ചിട്ട് വേണം വെക്കാൻ. മൂവ് ചെയ്യുക, ഏത് പൊസിഷനാണ് ആ ഒരു പൊസിഷനിലേക്ക് വയ്ക്കുക. അത് വളഞ്ഞ ഒരുമാതിരി കണ്ടോ തിരിഞ്ഞ് പോകരുത്. ആദ്യം തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുക. ഏതാണ് നമ്മളെ ഡിസൈനൊന്നും മാറിപ്പോകാൻ പാടില്ല. ഇവിടെ കണ്ടോ, മനസ്സിലായ സംഭവം എന്താണെന്ന്. അത് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. വേണമെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നോർമലുണ്ട്, അത് മാറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ എന്തെങ്കിലും കൊടുത്താൽ ചെറിയൊരു വ്യത്യാസം അതിൻ്റെ അകത്ത് വരും കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ആ സ്പ്ലിറ്റിലോട്ട് പോകുന്നില്ല. നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുക, ഇതിനെ ജസ്റ്റ് ഫിക്സ് ചെയ്താൽ മാത്രം മതി. ഇപ്പം ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, അത് നമ്മളാകെ ഒരു കപ്പിൻ്റെ ആ ഒരു ഏരിയയ്ക്ക് തൽക്കാലം ഫിക്സ് ചെയ്യുക. ഞാൻ ബാക്കി ആ ഒരു ടൂളെല്ലാം പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ അത് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. പക്ഷേ ഷാഡോ ഒക്കെ ഇരുന്നുകൊണ്ടാണ് ഞാൻ പിന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചത്. റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഈ ഒരു ബോക്സും ഏതാണ് ഇതല്ലേ, ഇതിനെ നിങ്ങൾ സ്വല്പം കൂടെ അറേഞ്ച് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്യുക, കൺട്രോൾ ഇ ഫോർ മെർജ്. ഓക്കെ, അപ്പോൾ നമ്മളെ കയ്യിൽ 3 പ്രോഡക്റ്റായി. അപ്പോൾ ഇതേപോലെ വേണം നിങ്ങൾ ചെയ്യാൻ. ലോഗോ അല്ലെങ്കിൽ എന്ത് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പല പല പ്രോഡക്ട്സിൽ അത് വയ്ക്കുക. ഒരു ഡിസൈൻ കാണിക്കുക പോർട്ട്ഫോളിയോക്കകത്ത്, കാണിച്ചിട്ട് ബാക്കിയെല്ലാം നമ്മളിതുപോലെ മോക്കപ്പായിട്ട് വെച്ച് കൊടുക്കുക. അതാകുമ്പം കാണുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു ഇതായിട്ട് തോന്നും. ഇനി ഞാൻ ഗ്രേഡിയൻറ്റ് പഠിപ്പിച്ചായിരുന്നോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിനെ അങ്ങ് റിമൂവ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏതിൻ്റെ ഈ ഒരു ടീഷർട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ അകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ജസ്റ്റ് ലാസോ ടൂൾ എടുത്തിട്ട് വരച്ചം കട്ട് ചെയ്യാം. ഇവിടെ നിന്ന് അല്ലാന്നുണ്ടെങ്കിൽ ഏത് ടൂളുണ്ട് ഇതിൻ്റെ അകത്ത്, ക്വിക്ക് സെലക്ഷൻ ടൂള്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു ഗ്രേഡിയൻറ്റ് കൊടുക്കാമേ. ഇവിടെ സെലക്ട് ചെയ്യുക, ഏതാണ് ഗ്രേഡിയൻറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രേഡിയൻറ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രേഡിയൻറ്റ് കൊടുക്കുക. ഗ്രേ കൊടുക്കണമെങ്കിൽ ഗ്രേ കൊടുക്കാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഓക്കെ കൊടുത്തിട്ട് ആ ഗ്രേഡിയൻറ്റിനെ വലിച്ചു താഴെ. മനസ്സിലായ സംഭവം? ഇങ്ങനെ വേണം നമ്മളൊരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ലോഗോ പോലത്തെ ഒരു സംഭവം ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ മോക്കപ്പായിട്ട് വെച്ച് കൊടുക്കണം. അല്ലാതെ ഒന്നിൽ മാത്രം വെച്ച് അതൊരു സുഖമില്ല. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫോട്ടോ അങ്ങനെയല്ല, അത് ബുക്കിൽ വയ്ക്കാം, കപ്പിൽ വയ്ക്കാം, ആ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സാധനത്തിൽ എല്ലാത്തിലും നമുക്ക് വയ്ക്കാം. അത് നിങ്ങളിപ്പോഴേ തീരുമാനിക്കുക എന്തിലൊക്കെയാണ് നമുക്ക് വയ്ക്കാൻ പറ്റുന്നത്, അതിലെല്ലാം നമുക്ക് ഫിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ലേസിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇതുണ്ടല്ലോ, കവർ നെറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. കവറിൽ നമുക്ക് പ്ലേസ് ചെയ്ത് വയ്ക്കാം. പിടികിട്ടിയോ? ഞാൻ വേറൊരു ടൂളും വെച്ചല്ല ചെയ്തത്, ജസ്റ്റ് ഏതാണ് ഷേപ്പ് ലെയർ മാത്രം വെച്ചിട്ട്, വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടില്ല. ഷേപ്പ് ലെയറും ക്ലിപ്പിംഗ് മാസ്കും മാത്രം.